بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളെ പറ്റിയാണ് അറിയിച്ചു തന്നത്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല ലോകത്തുള്ള സകല വസ്തുക്കളും അല്ലാഹുവിന് കീഴ്പ്പെട്ടതാണെന്ന കാര്യം അറിയിച്ചിരുകയാണ്. أولم يروا إلى ما خلق الله من شيء يتفيأ ظلاله عن اليمين والشمائل يتفيأ ظلاله عن اليمين والشمائل سجدا لله وهم داخرون. അള്ളാഹു സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും തണലുകൾ വിനയാനുതരായ നിലയിൽ ഇടത്തോട്ടും വലത്തോട്ടും ചാന് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് അവർ കാണുന്നില്ലേ? വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബത്തിൻ വൽ മലായിക والملائكة وهم لا يستكبرون. ആകാശഭൂമികളിലുള്ള എല്ലാ ജീവികളും മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, അവരാരും അഹങ്കരിക്കുന്നില്ല. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരുടെ മുകളിലുള്ള നാഥനെ അവർ ഭയപ്പെടുകയും കൽപ്പിക്കപ്പെടുന്ന കാര്യം അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന് കീഴ്പ്പെട്ടതാണെന്ന കാര്യം അറിയിച്ചിരുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും അതിനെ ചെയ്യാനും ഉപേക്ഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം ദുനിയാവിൽ അള്ളാഹു മനുഷ്യൻ നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾക്ക് അള്ളാഹു ബുദ്ധി നൽകി, വിവേകം നൽകി, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി നൽകി. എന്നിട്ടും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ തിന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക, ഇതെത്ര മോശമായ കാര്യമാണെന്ന് അള്ളാഹു അറിയിക്കുകയാണ്. കാരണം ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും, മനുഷ്യൻ്റെ നിഴൽ പോലും അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ചലിക്കുന്നത്. ഒരിക്കലും മനുഷ്യന് സ്വന്തം നിഴൽ പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല. ചില സന്ദർഭത്തിൽ അതിന് നീളം കൂടുന്നു, ചില സന്ദർഭത്തിൽ വലത്തോട്ട് ചായുന്നു, ചില സന്ദർഭത്തിൽ ഇടത്തോട്ട് ചായുന്നു, ചില സന്ദർഭത്തിൽ അതിന് നീളം കുറയുന്നു. ഇത് നിയന്ത്രിക്കുന്നത് അല്ലാഹു തആലയാണ്. അവൻ്റെ നിഴൽ പോലും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ നിഴൽ പോലും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അതിൻ്റെ വലുപ്പ വ്യത്യാസങ്ങളുണ്ടാകുന്നത്, അതിൻ്റെ സ്ഥാന വ്യത്യാസങ്ങളുണ്ടാകുന്നത്, ഒരിക്കലും മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല. എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ദുനിയാവിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ വസ്തുക്കളും അഹങ്കാരമില്ലാതെ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാണ്. ഏറ്റവും ഉന്നതരായ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ പോലും അള്ളാഹുവിന് മുമ്പിൽ അഹങ്കാരമില്ലാതെ സുജൂദ് ചെയ്യാനായി തയ്യാറാവുന്നുണ്ട്. ഓരോ വസ്തുക്കൾക്കും അള്ളാഹു എങ്ങനെയാണോ നിശ്ചയിച്ചത് ആ രീതിയിൽ അത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അത് അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. മനുഷ്യൻ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കാതിരിക്കട്ടെ, അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ സകല വസ്തുക്കളും അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അള്ളാഹുവിനെ വളർമയെ സ്മരിക്കുകയും ചെയ്യുന്നു. സകല വസ്തുക്കളും അള്ളാഹുവിന് മുമ്പിൽ കീഴ്പ്പെട്ടതാണ്. ഈ വസ്തുക്കളെല്ലാം അള്ളാഹുവിന് മുമ്പിൽ കീഴ്പ്പെടുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് മനുഷ്യനും അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇത്രയും ഉന്നത സൃഷ്ടികളായ മലക്കുകൾ പോലും സുജൂദ് ചെയ്യാനായി തയ്യാറാവുന്നു, അവർ അഹങ്കാരം കാണിക്കുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി മാത്രമായ മനുഷ്യൻ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ തയ്യാറാവാതെ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാവാതെ അഹങ്കാരം കാണിക്കുക എന്നുള്ളത് എത്ര മോശമായ കാര്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, മഴയെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, കാറ്റിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, ഓരോ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. ഒരു വൃക്ഷം മുളയ്ക്കണമോ വേണ്ടേ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. ഒരു ഭൂമി അത് പ്രയോജനമുള്ള ഭൂമി ആവണമോ വേണ്ടേ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്.
കച്ചവടത്തിലും ഉദ്യോഗത്തിലും ലാഭം വേണമോ വേണ്ടേ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. മനുഷ്യൻ അധ്വാനിക്കുന്നു, മനുഷ്യൻ പരിശ്രമിക്കുന്നു, അതിൻ്റെ ഫലം എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും ചിലപ്പോൾ ഫലം കാണൂല. ചില സന്ദർഭത്തിൽ വളരെ ചെറിയ പരിശ്രമം കൊണ്ട് വലിയ ഫലം കാണും. അതുകൊണ്ട് ഫലം നൽകേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ വെറുതെ വിചാരിക്കുകയാണ് മനുഷ്യൻ്റെ കഴിവ് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമായി അറിയിച്ചിരിക്കുകയാണ്, എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴ്പ്പെട്ടതാണ്. അതുകൊണ്ട് യഥാർത്ഥ ബുദ്ധിമാനായ മനുഷ്യൻ അവർ അള്ളാഹുവിന് കീഴ്പ്പെടുന്നതാണ്. അത് കാരണമായി അവൻ്റെ ഇരുലോക വിജയവും എളുപ്പമായി തീരാൻ കാരണമായി തീരും. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന് മുമ്പിൽ അഹങ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ കീഴ്പ്പെടാതിരിക്കാൻ പാടില്ല. അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ മടി കാണിക്കാൻ പാടില്ല എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു തആല ഏകദൈവ വിശ്വാസത്തെ പറ്റിയാണ് അറിയിക്കുന്നത്. وقال الله لا تتخذوا إلهين اثنين إنما هو إله واحد فإياي فارهبون. അള്ളാഹു പറയുന്നു, നിങ്ങൾ രണ്ട് ആരാധ്യനെ സ്വീകരിക്കരുത്. തീർച്ചയായും ആരാധനക്കർഹൻ ഏകനായ ആരാധ്യൻ മാത്രമാണ്. എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. وله ما في السماوات والأرض وله الدين واصبا أفغير الله تتقون. ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. നിരന്തര അനുസരണയും അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ഭയക്കുകയാണോ? ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന കാര്യം അറിയിക്കുകയാണ്. ഒരിക്കലും അള്ളാഹുവിനെ കൂടാതെ മറ്റ് വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരിക്കലും അള്ളാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രമാണുള്ളത്. സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നതും സകല വസ്തുക്കളെ സൃഷ്ടിച്ചവനും അള്ളാഹു മാത്രമാണ്. എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹുവിനെ കൂടാതെ മറ്റെന്തെല്ലാം വസ്തുക്കളുണ്ടോ, മനുഷ്യൻ അറിയുന്ന വസ്തുക്കളാകട്ടെ അറിയാത്ത വസ്തുക്കളാകട്ടെ, ആകാശങ്ങളിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ, മറ്റെവിടെയുള്ളതാണെങ്കിലും അള്ളാഹു ഒഴികെയുള്ള ബാക്കി എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. അള്ളാഹുവിന് തുല്യനായി മറ്റാരുമില്ല. സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. അള്ളാഹു ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ബാക്കി എല്ലാ വസ്തുക്കളും അള്ളാഹുവിലോട്ട് ആവശ്യക്കാരാണ്. പക്ഷെ അള്ളാഹു ആരിലോട്ടും ആവശ്യക്കാരല്ല. ബാക്കി എല്ലാ വസ്തുക്കൾക്കും ആദ്യവും അവസാനവുമുണ്ട്. അള്ളാഹുവിന് ആദ്യവുമില്ല അവസാനവുമില്ല. അള്ളാഹുവിനെ പോലെ മറ്റൊരു വസ്തുവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഏതെല്ലാം വസ്തുക്കളെ ആരാധിച്ചാലും, ഏതെല്ലാം വസ്തുക്കളെ ദൈവമായി കണ്ടാലും, ഏതെല്ലാം വസ്തുക്കളെ അള്ളാഹുവിനോട് പങ്കു ചേർത്താലും ആ എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവ് അള്ളാഹുവാണ്. ആ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ആ എല്ലാ വസ്തുക്കളും അള്ളാഹുവിലോട്ട് ആവശ്യക്കാരാണ്. ആ എല്ലാ വസ്തുക്കളുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനോ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാനോ ഉള്ള കഴിവ് മറ്റൊരു വസ്തുക്കൾക്കുമില്ല. എല്ലാവരും ഒരു കാര്യം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. നന്മ ചെയ്യാനും അള്ളാഹുവിൽ നിന്നുമുള്ള ഭാഗ്യം വേണം, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹുവിൽ നിന്നുമുള്ള ഭാഗ്യം വേണം. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന ബാക്കി എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. ബാക്കി എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ വസ്തുക്കളും അള്ളാഹുവിനോട് ആവശ്യക്കാരാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കരുത്. മറ്റൊരാളിലോട്ട് ആവശ്യക്കാരനായ സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കരുത്. ആരിലോട്ടും ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിവുള്ള, എല്ലാത്തിനെയും പരിപാലിക്കുന്ന, എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചതായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അവനെ കൂടാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല, അവരോടൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിച്ചിരുന്ന കാര്യം, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരമായും ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ ആയിരിക്കണം. നിങ്ങൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമായിരിക്കണം. മറ്റാരെയും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറ്റാരെയും നിങ്ങൾ ആരാധിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്കി എല്ലാം നാം നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടികൾ മാത്രമാണ്. ബാക്കി എല്ലാം അള്ളാഹുവിൻ്റെ ആവശ്യക്കാരാണ്. അതുകൊണ്ട് ആരിലോട്ടും ആവശ്യക്കാരനാവാത്ത,
എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ച അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാത്രമാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. മരണം വരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതുണ്ടെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന, ആ കൽപ്പന പൂർത്തിയാക്കുന്നതിലാണ് വിജയമെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.